ഈ തെരഞ്ഞെടുപ്പ് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതനുസരിച്ചാണെങ്കിൽ UDF ഒരു മേൽക്കോയ്മ ലഭിക്കുകയാണെങ്കിൽ 1977 ശേഷം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്തൊരവസ്ഥയിലേക്ക് CPM-ഉം ഇടത് പാർട്ടികളും പോവും. അത് CPM-നെയും CPI-യും ഒക്കെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തും. ഇനി മറിച്ചാണെങ്കിലോ UDF തിരിച്ചടി ഏൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും UDF എന്ന് പറയുന്ന സംവിധാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF-ലെ ഘടകകക്ഷികൾക്ക് തുടർച്ചയായ 15 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ തന്നെ 10 വർഷമായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ UDF-നുള്ളിൽ ഒരു അന്തഛിദ്രം ഉണ്ടാകാനുള്ള സാധ്യത ഫലം UDF-നെതിരാണെങ്കിൽ സംഭവിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ 2001-ൽ 64 സീറ്റോളം ലഭിച്ചതിന് ശേഷം പിന്നീട് കോൺഗ്രസിന് കാര്യമായ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ മികച്ച പ്രകടനം ഇത്തവണ നടത്തുകയാണെങ്കിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് ശക്തമായി തിരിച്ചു വരും. BJP-യെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. 1-ൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുൾപ്പെടെയുള്ള അതിൻ്റെ ഒരു തുടർച്ചയായി BJP-ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിനെതിരെ ഉയരുന്ന വലിയൊരു ചോദ്യചിഹ്നമായി തെരഞ്ഞെടുപ്പ് ഫലം മാറുകയും ചെയ്യും. അതുകൊണ്ട് 3 മുന്നണികൾക്കും വളരെ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും 3 മുന്നണികൾക്കും അങ്ങേയറ്റം പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴും KK 3 മുന്നണികളുടെയും പ്രതീക്ഷകളും അങ്ങേയറ്റമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2ാം തവണയും ഭരണത്തിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അത് 3.0 2.0 എന്നത് 3.0 ആകുമോ എന്ന ആകാംക്ഷയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീക്ഷയിൽ LDF നിൽക്കുകയാണ്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ കാര്യം, UDF-ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 10 വർഷം ഭരണത്തിൽ നിന്നൊക്കെ കണ്ടിന്യൂസ്ലി മാറി നിൽക്കുക എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ അത് പരിചിതമാണ്. പക്ഷേ നമ്മുടെ കേരള സംസ്ഥാനത്ത് ആ 10 വർഷം മാറ്റി നിന്നപ്പോൾ ഇനി ഒരു തവണ കൂടി മാറ്റി നിർത്തപ്പെട്ടാൽ അത് 3ാം സ്ഥാനം BJP എന്ന ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുത്താനായി ഇത്തവണ 3ാം മുന്നണി BJP എന്ന 3ാം മുന്നണി NDA-യും ഉണ്ട്. BJP, T20, BDJS അടക്കമുള്ള 3ാം മുന്നണിയുമുണ്ട്. കോൺഗ്രസ് BJP കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യുമോ എന്ന ഏറ്റവും വലിയ ഭീഷണി, ആശങ്ക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേസമയം ഈ എക്സിറ്റ് പോളുകളിലെല്ലാം ഒരുപാട് പ്രതീക്ഷകളുണ്ട് മുന്നണികൾക്ക്. പക്ഷേ പേഴ്സണലി ഞാൻ പറയുകയാണ്, ഞാൻ ഈ എക്സിറ്റ് പോളുകളിൽ നിന്നൊക്കെ മാറി നിന്നൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ എക്സിറ്റ് പോളുകൾ എന്ന ഫലത്തിനപ്പുറത്തേക്ക് ഈ 3 മുന്നണികൾക്കും ഏതാണ്ട് ഏറ്റവും അവസാനം വരുമ്പോഴേക്കുമൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് തൂക്കുസഭ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം 1965-ന് ശേഷം ഒരു തൂക്കുസഭ അന്നും ആ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് പോയി. പക്ഷേ അങ്ങനെയെങ്കിൽ അതും ഒരു പുതിയ ചരിത്രമായി മാറുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. KK വളരെ പഴയ കാലഘട്ടത്തിലേക്ക് പോകേണ്ട 2011-ൽ തന്നെ ഇഞ്ചോടിഞ്ച് എന്നുള്ളൊരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. 2 സീറ്റിന്റെ മാത്രം കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് 2 സീറ്റിന്റെ മാത്രം വ്യത്യാസമുണ്ട് KK. അന്ന് ആ 2 സീറ്റിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ പോലും 3ാം മുന്നണി എന്ന ആ ഒരു പ്രസക്തി അവിടെ ഇല്ല. നിർണായക ശക്തിയായി BJP NDA ഇത്തവണ ഉണ്ടാകുമെന്ന് വളരെ വലിയ ആത്മവിശ്വാസം അവർ തന്നെ പ്രകടിപ്പിക്കുന്നു.